Welcome to the video. This video is parts of speech എന്നതാണ് topic. There are 8 parts of speech: noun, adjective, pronoun, verb, adverb, preposition, conjunction and interjection. ഇവ 8 എണ്ണമാണ് parts of speech എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഇവ? Words are divided into different kinds according to the work they do in a sentence. എന്താണ് സെന്റൻസ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പൊ ആ സെന്റൻസിലുള്ള ഓരോ വേർഡിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട് ആ സെന്റൻസിൽ. അത് നോക്കിക്കൊണ്ട് അവയൊക്കെ ഡിഫറെന്റ് കൈൻഡ് ആക്കി വേർതിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് ആർ 8 in number. അപ്പൊ ഈ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ആ വേർഡ് ആ സെന്റൻസിൽ ചെയ്യുന്നത്, അത് ഏത് കൈൻഡിൽ പെടുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Noun. Name of a person, place or thing is called noun. Noun എന്ന് വെച്ചാൽ പേരുകൾ. Name of anything and everything. എന്തിന്റെ പേരുണ്ടെങ്കിൽ അത് നൗണിലാണ് പെടുന്നത്. രാഹുൽ, പെൻ, സിറ്റി, ഷർട്ട്, വാച്ച്, ഇതെല്ലാം തന്നെ ഓരോ പേരുകളാണ്. ഓരോ പെൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് പെൻ. സിറ്റി, ഷർട്ട്, വാച്ച്, അങ്ങനെ കുറെ അനിമൽസിന്റെ പേര്, ബേർഡ്സിന്റെ പേര്, എല്ലാം തന്നെ പേരുകൾ ഉണ്ടെങ്കിൽ അത് നൗണിലാണ് വരുന്നത്. പീറ്റർ വെന്റ് ടു ചെന്നൈ ടു ബൈ എ ന്യൂ കമ്പ്യൂട്ടർ എന്നുള്ള ഈ സെന്റൻസിൽ എത്ര നൗൺ ഉണ്ട്? പീറ്റർ എന്നുള്ളത് ഒരു നൗൺ, ചെന്നൈ എന്നുള്ളതും ഒരു നൗൺ, കമ്പ്യൂട്ടർ എന്നുള്ളത് അനദർ നൗൺ. ഇപ്പൊ സെന്റൻസുകളിലൊക്കെ നൗണുകളൊക്കെ അധികവും സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും കോംപ്ലിമെന്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. ടൈഗർ ഈസ് അവർ നാഷണൽ അനിമൽ. ഇവിടെ ടൈഗർ എന്നുള്ളത് നൗണാണ്, അതൊരു അനിമലിന്റെ പേരാണ്. അതുപോലെ തന്നെ അനിമൽ എന്ന് പറയുന്നതും നൗണാണ്. അത് കോമൺ നൗൺ ആണെങ്കിൽ ടൈഗർ പ്രോപ്പർ നൗൺ. അങ്ങനെ നൗണിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഈറ്റ് ബനാന ഡെയിലി എന്നുള്ള ഇതില് ബനാന എന്ന് പറയുന്നത് ഒരു നൗണാണ്, ഒരു ഫ്രൂട്ടിന്റെ പേരാണ് ബനാന. ഇനി നെക്സ്റ്റ് എന്താണ്? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്താ ചെയ്യുന്നത് ഒരു സെന്റൻസിൽ? An adjective gives more information about a noun. Adjective ചെയ്യുന്നത് നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. It modifies a noun. It describes a noun. It gives more information about a noun. നൗണിനെ കുറിച്ചുള്ള അധിക വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഒരു സെന്റൻസിലത്തെ എന്താണ്? അഡ്ജക്റ്റീവിലൂടെയാണ്. അപ്പൊ നമ്മളൊരു സ്ഥലത്തിനെയോ ഒരു ഫ്ലവറിനെയോ എന്തിനെങ്കിലും വിശേഷിപ്പിക്കണം, അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകണം എങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? അഡ്ജക്റ്റീവ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുക. ബ്യൂട്ടിഫുൾ ഫ്ലവർ. ആ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഫ്ലവറിനെ വിശേഷിപ്പിക്കുകയാണ്, നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ട് എന്നുള്ളത് നൗൺ ആണ്, ആ ഫ്രണ്ടിനെ വിശേഷിപ്പിക്കുന്നു, മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്. ഗുഡ് ഗേൾ, അതിലത്തെ ഗുഡ് എന്നുള്ളത് ഗേളിനെ വിശേഷിപ്പിക്കുന്നു, നൗണിനെ. ലെസ് മാർക്ക്, മാർക്ക് എന്നുള്ളത് വിശേഷിപ്പിച്ചുകൊണ്ടാണ്, അതിന് കുറച്ച് മാർക്കേ ഉള്ളൂ എന്നുള്ളത്. അഡ്ജക്റ്റീവ് എന്താ ചെയ്യുന്നത്? നൗണിനെ വിശേഷിപ്പിക്കുന്നു. ഇറ്റ് മോഡിഫൈസ് എ നൗൺ. നല്ല രീതിയിൽ മനസ്സിലാക്കുക. റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. റോസ് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു പൂവാണ്. ആ ഫ്ലവറിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് ഉള്ളത്. റോസ് ഈസ് എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ നമുക്ക് ആ ഫ്ലവറിനെ ഒന്നും കൂടി വിശേഷിപ്പിക്കണം, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം, ഒന്ന് ഗിവ്സ് മോർ ഇൻഫോർമേഷൻ ആണ്, നമുക്ക് കൂടുതൽ വിവരം തരണം, ആ പൂവ് വളരെ ഭംഗിയുള്ളതാണ് എന്ന്. അതിനെ ഉപയോഗിക്കുന്നത് എന്താണ്? അഡ്ജക്റ്റീവ്. പ്രൊനൗൺ. എ പ്രൊനൗൺ റീപ്ലേസസ് എ നൗൺ. അതായത് നൗണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പ്രൊനൗൺ ഉപയോഗിക്കപ്പെടുന്നത്. നൗണിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ. വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെ പറഞ്ഞ്, അസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രൊനൗൺസ് ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വിനോദ് ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. അപ്പൊ വിനോദ് എന്നുള്ള കുട്ടി ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് എന്ന് പറയണം. അതേ വിനോദിനെ കുറിച്ച് തന്നെ അടുത്തൊരു സെന്റൻസിലും പറയണമെന്നുണ്ടെങ്കിൽ വിനോദ് സ്റ്റഡീസ് ഇൻ 8th സ്റ്റാൻഡേർഡ് എന്ന് പറയേണ്ടതില്ല. ആ വിനോദ് എന്നുള്ള റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് അതിന് പകരം ഒരു പ്രോനൗൺ ഉപയോഗിക്കാം. എന്താണത്? ഹി. ഇനി പെൺകുട്ടിയാണെങ്കിൽ ഷീ. അങ്ങനെ പ്രോനൗൺ എന്താ ചെയ്യുന്നത്? ഇറ്റ് റീപ്ലേസസ് എ നൗൺ. വി യൂസ് പ്രോനൗൺ ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. ഇന്ത്യ ഒരു വളരെ വലിയ കൺട്രി ആണ് എന്ന് പറയുന്നു. അതേ ഇന്ത്യനെ കുറിച്ച് തന്നെയാണ് നമ്മൾ അടുത്ത സെന്റൻസിലും പറയുന്നതെങ്കിൽ ഇന്ത്യ ഈസ് ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ് എന്ന് പറയേണ്ടതില്ല. ഇറ്റ് ഈസ് ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ്. അപ്പൊ നൗണിന് പകരം ഉപയോഗിക്കപ്പെടുന്നതാണ് പ്രോനൗൺ. എന്തിനാണ്? ടു അവോയ്ഡ്
റിപ്പിറ്റേഷൻ. വെർബ്. എന്താണ് വെർബ്? വളരെ പ്രധാനപ്പെട്ട പാർട്സ് ഓഫ് സ്പീച്ച്, വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. കാരണം വെർബ് ഇല്ലാതെ ഒരു സെന്റൻസേ ഇല്ല. എ വെർബ് ടെൽസ് അബൌട്ട് ആക്ഷൻ. ചിലപ്പോൾ ആക്ഷനെ കുറിച്ചായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അവസ്ഥ. എന്ത്, ഏത്, ആരാണ് നമ്മൾ, അല്ലെങ്കിൽ അവര്. ഓർ പൊസിഷൻ, ഉടമസ്ഥത കാണിക്കാൻ. ഇങ്ങനെ 3 തരത്തിലുള്ള വെർബ് ഉണ്ട്. അരുൺ പ്ലേഡ് വെൽ. അരുൺ പ്ലേഡ് ടെന്നീസ്. ടെന്നീസ് കളിച്ചു. അപ്പൊ കളിക്കുക എന്നുള്ളത് ഒരു ആക്ഷൻ വെർബാണ്. ഷീ കുക്ക്ഡ് വെൽ. അവൾ നല്ല രീതിയിൽ കുക്ക് ചെയ്തു. അപ്പൊ ഈ കുക്ക് ചെയ്യുക, പാചകം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വെർബാണ്. അപ്പൊ ആക്ഷൻ വെർബും ഉണ്ട്. ഹീ ഈസ് എ ഡോക്ടർ, ഷീ ഈസ് എ ടീച്ചർ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവസ്ഥ, ആ വ്യക്തിന്റെ അവസ്ഥ പറയാണ്. ആരാണ് എന്നുള്ളത്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നാണ് പറയുക അതിന്. ദേ ആർ അഡ്വക്കേറ്റ്സ്. അവർ അഡ്വക്കേറ്റ്സ് ആണ്. ഇനി ഷീ ഹാസ് എ കാർ. അവളുടെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങൾ. ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ട്. പൊസഷൻ ആണ് അതൊക്കെ. ഐ ഹാവ് എ റെഡ് ഹാൻഡ് ബാഗ്. എനിക്കൊരു റെഡ് ഹാൻഡ് ബാഗ് ഉണ്ട്. ഇതൊക്കെ പൊസഷൻ. അങ്ങനെ വെർബ് ചിലപ്പോൾ ആക്ഷൻ വെർബ് ആയിരിക്കാം, സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊസഷൻ ആയിരിക്കാം. അങ്ങനെ വെർബ് 3 തരത്തിലുണ്ട്. Adverb. An adverb modifies a verb, an adjective and an adverb itself. Adverb എന്ന് പറയുന്നത് എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? ആ വേർഡ് തന്നെ ഉണ്ട്. അത് എന്തിനാ വിശേഷിപ്പിക്കുക? വെർബിനെ. വെർബിനെ കുറിച്ചുള്ള മോർ ഇൻഫോർമേഷൻ ആണ് നമുക്ക് തരിക. പക്ഷേ വെർബിനെ മാത്രമല്ല, അതിന്റെ കൂടെ അത് ചിലപ്പോൾ അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കും, ചില സമയം അഡ്വർബിനെ തന്നെ വിശേഷിപ്പിക്കും. അപ്പൊ ചിലപ്പോൾ ഒരു സെന്റൻസിൽ 2 അഡ്വർബ് ഒക്കെ ഉണ്ടായിരിക്കും. He writes clearly. ഇവിടെ റൈറ്റ്സ് എങ്ങനെയാണ് അവൻ എഴുതുക? ക്ലിയർ ആയിട്ട്. അപ്പൊ ഈ ക്ലിയർലി എന്നുള്ള ആ വേർഡ് എന്തിനാ വിശേഷിപ്പിച്ചിരിക്കുന്നത്? അവന്റെ എഴുത്തിന്. അവൻ നന്നായി ക്ലിയർ ആയിട്ട് എഴുതും. റൈറ്റ്സ് എന്നുള്ള ആക്ഷനെ കുറിച്ചാണ്. അപ്പൊ ആ വെർബിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ക്ലിയർലി എന്ന് പറയുന്നത് അഡ്വർബ് ആണ് സെന്റൻസിൽ. ഹി റൈറ്റ്സ് ക്വൈറ്റ് ക്ലിയർലി. ഹി റൈറ്റ്സ് ക്വൈറ്റ് ക്ലിയർലി. അവിടെ ക്ലിയർലി എന്ന് പറയുന്നത് അഡ്വർബ് ആണെന്ന് പറഞ്ഞു. ആ അഡ്വർബിനെ ഒന്നും കൂടി വിശേഷിപ്പിച്ചിരിക്കുന്നു ക്വൈറ്റ് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ചിലപ്പോൾ അഡ്വർബിനെ തന്നെ വിശേഷിപ്പിക്കുന്നു. താജ്മഹൽ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? താജ്മഹൽ. അതെന്താണ്? നൗൺ ആണ്. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുന്നത് എന്താ? അഡ്ജക്റ്റീവ്. അപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് വെരി എന്നുള്ള വേർഡ് നിൽക്കുന്നത്. അപ്പൊ അത് അഡ്വർബ് ആണ്. എന്താണ് അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുക? അഡ്വർബ്. അഡ്വർബ് വെർബിനെ വിശേഷിപ്പിക്കും, അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നു, അഡ്വർബിനെ തന്നെ വിശേഷിപ്പിക്കുന്നു ചില സമയങ്ങളിൽ. ഷീ ഡ്രൈവ്സ് ഫാസ്റ്റ്ലി. ഈ വേർഡിൽ ഫാസ്റ്റ്ലി എന്ന് പറയുന്നത് എന്താണ്? അവളുടെ എന്ത് കാര്യത്തിനാ ഫാസ്റ്റ് ആയിട്ട് അവൾ ചെയ്യുന്നു പറയുന്നത്? ഡ്രൈവിങ്. അപ്പൊ ഡ്രൈവ് എന്നുള്ള ആ വെർബിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഫാസ്റ്റ്ലി. അപ്പൊ ഫാസ്റ്റ്ലി എന്താണ്? അഡ്വർബ്. അപ്പൊ ഇവിടെ ഫാസ്റ്റ്ലി എന്ന് പറയുന്നത് അഡ്വർബ് ആണ്. അത് വിശേഷിപ്പിക്കുന്നത് ഡ്രൈവ് എന്നുള്ള വെർബിനെയാണ്. Preposition. It is a word used with a noun or pronoun to show its relation to something else in a sentence. ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വേർഡുകളാണ്. അത് നൗണിന്റെ കൂടി പ്രൊനൗണിന്റെ കൂടിയൊക്കെ വരുന്നു. ആ നൗണും പ്രൊനൗണും ഒക്കെ മറ്റ് സെന്റൻസിലത്തെ മറ്റു പാർട്ടുമായി എന്താണ് അവയ്ക്ക് റിലേഷൻ എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇൻ, ഓൺ, വിത്ത്, അണ്ടർ, നെക്സ്റ്റ്, എബവ്, ബിസൈഡ്, കുറേ പ്രിപ്പോസിഷൻസ് ഉണ്ട്. The old man sit under a tree. ഇവിടെ ആ ഓൾഡ് മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ആ മരവും തമ്മിലുള്ള എന്താണ് അവ തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമുക്ക് അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? അണ്ടർ എന്നുള്ള പ്രിപ്പോസിഷൻ. ദ ഓൾഡ് മാൻ സിറ്റ് അണ്ടർ എ ട്രീ. ആ മരത്തിന്റെ ചോട്ടിലാണ് ആ വയസ്സായ വ്യക്തി ഇരിക്കുന്നത്. ദ ബാങ്ക് ഈസ് നിയർ ദ പാർക്ക്. ഇവിടെ ബാങ്ക് എന്നുള്ള നൗണും പാർക്ക് എന്നുള്ള നൗണും തമ്മിലുള്ള ആ റിലേഷൻ അറിയണമെങ്കിൽ നിയർ, അതായത് ബാങ്ക് പാർക്കിന്റെ അടുത്താണ് എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല അതെന്താണ്. ദ ബാങ്ക് ഈസ് പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ദ ബാങ്ക് ഈസ് നിയർ ദ പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റായി നമുക്ക് മനസ്സിലാക്കി. ബാങ്ക് പാർക്കിന്റെ അടുത്താണ്. ദ ടീച്ചർ ഈസ് ഇൻ ദ ക്ലാസ് റൂം. ഇവിടെ ടീച്ചറും ക്ലാസ് റൂം രണ്ടും നൗണാണ്. അവ തമ്മിലുള്ള എന്താണ് റിലേഷൻ? ടീച്ചർ ക്ലാസ് റൂമിനുള്ളിലാണോ പുറത്താണോ? എന്താണ്? ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ്സിലാണ്, ക്ലാസ് റൂമിലാണ്. ദ ടീച്ചർ ഈസ് ഇൻ
ദ ക്ലാസ് റൂം. അവിടെ ഇൻ എന്നുള്ള വേർഡാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചെറിയ ചെറിയ വേർഡ്സ് ആണെങ്കിലും കൂടി. കൺജങ്ഷൻ. കൺജങ്ഷൻ എന്നുള്ള ആ ജംഗ്ഷനിലുണ്ട് അതിൻ്റെ ഒരു ക്ലൂ. ഇറ്റ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു ജോയിൻ വേർഡ്സ് ഓർ സെൻറ്റൻസസ് ടുഗദർ. വേർഡുകളെയോ അല്ലെങ്കിൽ സെൻറ്റൻസുകളെയോ ജോയിൻ ചെയ്ത് എഴുതണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക എന്താണ്? കൺജങ്ഷൻ. ആൻഡ്, സോ, ഓർ, ബട്ട്, ബിക്കോസ്, അങ്ങനെ കുറേ കൺജങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ രണ്ട് വേർഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ, ചിലപ്പോൾ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ. നീന വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഷി വാസ് ഫീവർ. നീന വാസ് ആബ്സെൻറ്റ് എന്നുള്ള ആ സെൻറ്റൻസും ഷി വാസ് ഫീവർ എന്നുള്ള ആ സെൻറ്റൻസിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ബിക്കോസ് എന്നുള്ള കൺജങ്ഷൻ ഉണ്ട്. നീന എന്തുകൊണ്ട് ആബ്സെൻ്റ് ആയത്? അവൾക്ക് പനിയാണ്, ഫീവറാണ്. അരുൺ ആൻഡ് വരുൺ ആർ ഫ്രണ്ട്സ്. അവിടെ ആൻഡ് എന്നുള്ള കൺജങ്ഷൻ അരുണിനെയും വരുണിനെയും രണ്ട് നൗണിനെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അരുണും വരുണും ഫ്രണ്ട്സ് ആണ്. ഐ വിൽ കം ബൈ ബസ് ഓർ ട്രെയിൻ. ഞാൻ ഒന്നുകിൽ ബസ്സിൽ വരും അല്ലെങ്കിൽ ട്രെയിനിൽ വരും. ഇവിടെ ബസ്, ട്രെയിൻ എന്നുള്ള രണ്ട് നൗണുകളെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഏത് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്? ഓർ. ഐ വിൽ കം ബൈ ബസ് ഓർ ട്രെയിൻ. ഇങ്ങനെ കൺജങ്ഷൻസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ജോയിൻസ് ടുഗദർ വേർഡ്സ് ഓർ സെൻറ്റൻസസ്. ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ വേർഡ് വിത്ത് എക്സ്പ്രസസ് സം സഡൻ ഫീലിംഗ്. നമുക്ക് ചില സഡൻ ഫീലിംഗ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും ചില സമയത്ത്. സന്തോഷത്തിലാവാം, ദുഃഖത്തിലാവാം. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില വേർഡുകളാണ് ഇന്റർജെക്ഷൻ. അത് എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും അതിൻ്റെ കൂടെ, എക്സ്ക്ലമേഷൻ മാർക്ക്. ഹായ്, ഹൗ ആർ യു? നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു, പ്രതീക്ഷിക്കാതെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അപ്പം നമ്മൾ ഹായ്, ഹൗ ആർ യു? അവിടെ ഹായ് എന്ന് പറയുന്നത് ഇന്റർജെക്ഷൻ ആണ്. അതാണ് ഇന്റർജെക്ഷൻ. വാവ്, വാട്ട് എ സർപ്രൈസ്. അവിടെ ആ വാവ് എന്ന് കഴിഞ്ഞാൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. എന്ത് സർപ്രൈസ് ആയിരിക്കുന്നു, പെട്ടെന്ന് ആരെയോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിനെ കണ്ടു, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം നടന്നെങ്കിൽ നമ്മൾ പറയും വാവ്, വാട്ട് എ സർപ്രൈസ്. അല്ലെങ്കിൽ എന്താ പറയുക? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ റെയിൻബോ. എന്ത് ഭംഗിയുള്ള മഴവില്ല്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ആ ഒരു റിയാക്ഷൻ, ആ ഒരു സഡൻ ഫീലിംഗ്. അലാസ്, ഹി ഫെയിൽഡ്. അപ്പോൾ റിസൾട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അലാസ് എന്ന് വെച്ചാൽ അയ്യോ, അവൻ തോറ്റു. അത് കുറച്ച് സാഡ്നെസ്സിനെ കാണിക്കുന്നു. അങ്ങനെയുള്ള വേർഡുകൾ ഹായ്, വാവ്, അലാസ്, ഔച്ച്, അങ്ങനെയുള്ള കുറച്ച് വേർഡുകളുണ്ട്. അത് ഇംഗ്ലീഷിൽ കുറച്ചുണ്ട്. അത് ഇന്റർജെക്ഷൻ എന്നറിയപ്പെടുന്നു. അപ്പം ഇങ്ങനെ ഈ പാർട്സ് ഓഫ് സ്പീച്ച്, 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ആ 8 പാർട്സ് ഓഫ് സ്പീച്ചിൽ നിങ്ങൾക്കൊരു ചെറിയ അറിവ് നിർബന്ധമായിട്ടും വേണം. ഇംഗ്ലീഷ് ഗ്രാമറിൽ മുന്നോട്ട് പല പല കാര്യങ്ങൾ മനസ്സിലാക്കി പോകണമെങ്കിൽ. അതിൽ നൗണ് എന്താണ്? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? നൗണിനെ. അഡ്വർബ് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? വെർബിനെയും അഡ്ജക്റ്റീവിനെയും അഡ്വർബിനെയും ഒക്കെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പ്രോനൗൺ എവിടെ ഉപയോഗിക്കുന്നു? ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. അങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുക.